യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അർജുനോ? എന്നിട്ട് വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തെന്നുള്ള ഉറപ്പാണോ? ശരി, ഞാൻ വിളിച്ചോളാം. എന്താ ഏട്ടാ? അർജുൻ ജയിലിൽ ചെന്നിരുന്നു. അരുണിമ അവന് വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തു. ഉറപ്പാണോ? സുദേവൻ എന്നോട് നുണ പറയേണ്ട ആവശ്യമുണ്ടോ ചക്കര? ഏട്ടനും വക്കാലത്തിനു വേണ്ടി ചെന്നതല്ലേ? ഏട്ടത്തിക്ക് തരാൻ തോന്നിയില്ലല്ലോ. ഏട്ടൻ ഡിഫൻസ് കൗൺസിൽ അപ്പിയർ ചെയ്താൽ ഏട്ടത്തേക്ക് ജാമ്യം ഉറപ്പായിരുന്നില്ലേ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അരുണിമയുടെ മൊഴിയും തമ്മിൽ വളരെ വൈരുദ്ധ്യങ്ങളുണ്ട്. അത് മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം അതനുസരിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം അരുണിമ മൊഴി നൽകിയിരിക്കുക. അത് മനസ്സിലാക്കിയിട്ടാണ് അർജുൻ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിയത്. എങ്കിൽ നമ്മൾ ഇനി ശരിക്കും സൂക്ഷിക്കണമല്ലോ. ആ SP കിരൺ അവന്റെ ക്ലോസ് ഫ്രണ്ടാ. പോലീസിനോട് ഫേവറബിൾ ആകുന്ന രീതിയിലായിരിക്കും അർജുൻ കോടതിയിൽ കേസ് പ്രസന്റ് ചെയ്യുക. ഏട്ടത്തിയെ രക്ഷിക്കാനെന്ന പേരിൽ ജാമ്യം പോലും നിഷേധിക്കുന്ന വിധത്തിൽ അവൻ കേസ് നടത്തും. എനിക്ക് ഉറപ്പാ, ജീവിതകാലം മുഴുവൻ ഏടത്തെ അകത്താകുന്ന വിധത്തിലായിരിക്കും അവൻ കേസ് പ്ലാൻ ചെയ്യുക. എനിക്കും ആ സംശയമില്ലാതില്ല ശങ്കറെ. അനുവിനെ കൂടെ കാണാതായ സ്ഥിതിക്ക്. അനുമോളെ കാണാതായതല്ല ഏട്ടാ, പൂജി അർജുനും കൂടി മനഃപൂർവ്വം കാണാതാക്കിയതാ. അവൾ ആരോടും പറയാതെ ഇങ്ങനെ മാറി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഏട്ടാ? ഇത് കറക്റ്റ് ട്രാപ്പായേട്ടാ. സാക്ഷിയുടെ കൊലപാതകം എക്കാലത്തും അരുണമേട്ടത്തിയുടെ തലയിൽ കെട്ടിവെച്ച് ഏട്ടത്തെ ഒഴിവാക്കുക, ഒപ്പം അനുവിനെ മാറ്റി നിർത്തുക. ഇപ്പതാ അഖിലിനെ ആ പെണ്ണിനെ അവിടുന്ന് തന്ത്രപൂർവ്വം മാറ്റി നിർത്തുകയും ചെയ്തു. ഇനിയെല്ലാം അർജുനും പൂജയ്ക്കും ഒറ്റയ്ക്ക് അനുഭവിക്കാമല്ലോ. വല്ലപ്പോഴും 4 വായിട്ട് അലയ്ക്കല്ലാതെ മഹേശ്വരമ്മയ്ക്ക് വല്ലതും കഴിയോ ഏട്ടാ? അവരുടെ കൂടെ നിൽക്കുന്ന മധുവിതയ്ക്കെതിരെ വസന്തനെ കൂടെ മാറ്റിയെടുത്തില്ലേ? എന്റെ പേടി ഏട്ടന്റെ അനുമോളെ വരെ ചിലപ്പോ അവര് അല്ല പറയുന്നത് തെറ്റാണെന്നറിയാഞ്ഞിട്ടല്ല ഏട്ടാ. പക്ഷേ ആ പൂജ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ തന്ത്രശാലിയാ. അനുമോക്ക് ദേഷ്യം വന്നാൽ അത് കാണിക്കാനേ അറിയാവൂ. പക്ഷെ പൂജ അങ്ങനല്ല. അവള് ചിരിച്ചോണ്ടായിരിക്കും കഴുത്തറക്കുക. അനുവിനെതിരെ പൂജ എത്രയോ തവണ ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെന്നറിയാവോ? ഏട്ടൻ ഓർമ്മയില്ലേ കഴിഞ്ഞ ഓണത്തിന് ഇവിടെ നടന്ന കൊലപാതക ശ്രമം? അതിന്റെ പിന്നിൽ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കാത്തിരുന്ന് അവളും അർജുനും കൂടി അവസരം കിട്ടിയപ്പോ കളിച്ച കളിയായി. ഇപ്പോ അവരുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിയില്ലേ ഏട്ടാ? ഇതങ്ങനെ വിട്ടുകൊടുക്കരുതേട്ടാ. ഇപ്പൊ ശ്രമിച്ചാൽ അരുണിമയേട്ടെങ്കിലും ഏട്ടന്റെ ജീവിതത്തിൽ കൂടെ ഉണ്ടാകും. അല്ലെങ്കിൽ അവരെ ഇവരൊഴിവാക്കും. എനിക്ക് ഉറപ്പാ. ശരിയാ ശങ്കര, ഇനി നോക്കിയിരുന്നാ പറ്റില്ല. അനുമോളെ അവര് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് അവരെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. നീ പറഞ്ഞ പോലെ എന്തെങ്കിലും അവർ അവൾക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് അവരെ കൊണ്ട് തന്നെ ഞാൻ അനുഭവിപ്പിക്കും. ഇനിയുള്ള കാലം അരുണിമ എന്റെ കൂടെ തന്നെ ജീവിക്കും. നീ നോക്കൂ.
ആഹാ, നന്ദനായിരുന്നോ? എന്താ പതിവില്ലാതെ മണിയൊക്കെ മുഴക്കുന്നത്? പതിവില്ലാത്തതാണല്ലോ ഇവിടെ മുഴുവൻ നടക്കുന്നത്. അത് തന്നെ കാരണം. എനിക്ക് സംസാരിക്കാനുള്ളത് ഇവിടുത്തെ വക്കീലിനോടും അയാളുടെ ഭാര്യയോടുമാണ്. അവരെ വിളിക്കണം, വേഗമാട്ടെ. എന്താ നന്ദേട്ടാ, എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലല്ലേ? എന്റെ കുടുംബത്തെ ഛിന്നഭിന്നമാക്കിയിട്ട് എന്റെ ഭാര്യയും മകളെയും ഈ അവസ്ഥയിലാക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലേ? എന്താ ഉത്തരം മുട്ടിപ്പോയ മാധുരി? നന്ദൻ ചോദിച്ചപ്പോ വായടഞ്ഞു പോയോ? ഞാൻ എന്തിനാ അമ്മേ മിണ്ടാതിരിക്കുന്നേ? നന്ദേട്ടന്റെ കുടുംബത്തിനെ ഇല്ലാതാക്കാനും മാത്രം എന്റെ മക്കൾ എന്ത് ചെയ്തു? അത് ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചോളാം. അങ്ങളെ ഞാൻ അങ്ങളെ വിളിക്കാതിരിക്കുമായിരുന്നു. എന്തിന്? എന്റെ ഭാര്യ ഇനി ഒരിക്കലും വെളിച്ചം കാണാൻ പോകുന്നില്ലെന്ന് എന്നോട് പറയാനോ? നിങ്ങളോടൊക്കെ എന്ത് തെറ്റ എന്റെ ഭാര്യയും ഞാനും എന്റെ മോളും ചെയ്തത്? അങ്ങള് കാര്യം അറിയാതാണ് സംസാരിക്കുന്നത്. ആന്റിയെ എത്രയും വേഗം പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്റെ ഭാര്യയെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ നീ എന്തിനാ ഇത്ര ഉത്സാഹിക്കുന്നേ? അവളുടെ വക്കാലത്ത് എനിക്ക് തരാൻ പാടില്ലെന്ന് അത് നീയെ വാദിക്കുമെന്ന് തീരുമാനം എടുത്തു എന്തിനാ? അത് ശരി, നീ പോയി വക്കാലത്ത് വാങ്ങിയത്. തെളിവെടുപ്പിന് പോലീസിന്റെ കൂടെ വന്നപ്പോ ഞാൻ അവളോട് കാല് പിടിച്ച് പറഞ്ഞതാ നന്ദന് വക്കാലത്ത് കൊടുക്കാൻ. അതിനപ്പ അവള് തയ്യാറല്ലായിരുന്നു. പിന്നെ എന്ത് ജാലവിദ്യ കാട്ടിട്ടാടാ നീ അവളെ കൊണ്ട് വക്കാലത്ത് ഒപ്പിടിച്ച് വാങ്ങിയത്? ജാലവിദ്യ കാട്ടിയത് ഇവനല്ല, ദേ നിൽക്കുന്നു ഇവന്റെ ഭാര്യ പൂജ. ഏത് പിശാചിനെ പൂജിച്ചിട്ടാടി നീ എന്റെ കുടുംബത്തെ ഇങ്ങനെ ആക്കി തീർത്തത്? അയ്യോ അച്ഛാ, അങ്ങനൊന്നും സംസാരിക്കല്ലേ. അച്ഛനോ? ആരാ നിന്റെ അച്ഛൻ? ഏതോ ഒരു തെരുവിൽ ആരുടേതാണെന്നറിയാതെ പെറ്റു വീണ നിനക്ക് കുറച്ചു കാലം അങ്ങനെ വിളിക്കാനുള്ള അവസരം തന്നതോർത്ത് സ്വയം ശപിക്കുകയാണ് ഞാൻ. ഏയ് അങ്ങളെ, വാക്കുകളൊക്കെ സൂക്ഷിച്ച്, അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോ ഈ പറഞ്ഞ ഓരോ വാക്കിനും നീറി കരയേണ്ടി വരും. ശരിയാ, ഇനി എത്ര കാലം കഴിഞ്ഞാലും ഞാൻ നീറി കരയേണ്ടി വരും. ഇപ്പൊ പറയുന്ന ഓർത്തിട്ടല്ലേ? നീയും നിന്റെ ഭാര്യയും ചേർന്ന് എന്റെ കുടുംബത്തോട് ചെയ്ത കൊടും പാതകമോർത്തു. എന്റെ അനുക്കുട്ടിയെയും എന്നെയും അരുണിമ തിരിച്ചറിയുന്ന നിമിഷം കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ചെറുപ്പത്തിലെ ഒരുമിച്ചുള്ള ജീവിതം വീണ്ടും തിരിച്ചു കിട്ടുമില്ലെന്നുള്ള സ്വപ്നത്തിലായിരുന്നു ഞാൻ. അത് കയ്യെത്തും ദൂരത്ത് വന്നപ്പോഴേക്കും നീയും നിന്റെ ഭാര്യ കൂടെ തട്ടിത്തെറിപ്പിച്ചില്ലേ? മതി, നിർത്ത്. അച്ഛന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയിട്ട് എനിക്കും അജുവേട്ടന് എന്ത് കിട്ടാനാ? ഈ കുടുംബവും ഞാനും ഉണ്ടാക്കിയ മുഴുവൻ സ്വത്തും സ്വന്തമാക്കാൻ അതല്ലാതെ വേറെ മാർഗമില്ലെന്ന് നിനക്കറിയാം. അതിനുവേണ്ടി നീയും അർജുനും കൂടെ ചെയ്തു കൂട്ടിയതാ ഇതെല്ലാം. ഈ കുടുംബത്തിലും സ്വത്തിലും സത്യത്തിൽ ഒരു അവകാശമില്ലാത്തവളാണ് നീ. ഊരും പേരുമില്ലാത്ത ഏതോ ഒരുത്തിന് ആരിലോ ഉണ്ടായ ഒരു പെണ്ണ്. പക്ഷേ അനുമോൾ അങ്ങനെയല്ല. അവൾ എനിക്ക് പിറന്നവളാ. എന്റെ രക്തത്തിൽ അരുണിമയിൽ ജനിച്ച മകളാ. അവളെ ഇല്ലാതാക്കി എന്റെ ഭാര്യ ജയിലിലും അടച്ചിട്ടാ നിങ്ങൾ ഈ നാടകം കളിക്കുന്നത്. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഈ വീട്ടിലെ മറ്റു ചിലരും. അച്ഛനൊന്നും മനസ്സിലാക്കണം. മക്കളെ അച്ഛന്മാര് സ്നേഹിക്കണം. പക്ഷെ സ്നേഹം ഒരു ഭ്രാന്തായി മാറാൻ പാടില്ല. സ്നേഹിക്കുന്നതിനോടൊപ്പം തെറ്റ് കണ്ടാ തിരുത്താനും അച്ഛന് കഴിയണം. പ്രിയയുടെ ഒരു തെറ്റും അച്ഛൻ ഇതുവരെ തിരുത്തിയിട്ടില്ല. അതുകൊണ്ടാ ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയാതെ അവളെ അന്വേഷിച്ച് നടക്കേണ്ട ഗതികേടിലേക്ക് ചെന്നെത്തിയത്. അരുണിമാമ ജയിലിൽ പോയതില് അച്ഛനുള്ള അതേ സങ്കടം ഞങ്ങൾക്കും ഉണ്ട്. പ്രിയ എവിടെയാണെന്ന് ഞങ്ങൾക്കും അറിയണമെന്നുണ്ട്. പക്ഷെ അവരിങ്ങനൊരു അവസ്ഥയിലായതില് എനിക്കും അജുവേട്ടനും യാതൊരു പങ്കുമില്ല. പ്രിയ ഇങ്ങനെ ആയത് അവളുടെ തെറ്റുകൊണ്ട് മാത്രം. നീ ആദ്യം വായടയ്ക്ക്. നിനക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? നീ ആരാണെന്നാ നിന്റെ വിചാരം? നീ ഈ വീട്ടിലേക്ക് കയറി വന്ന് എങ്ങനെയാണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? അർജുന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വന്നോളാണ്. അതും എന്റെ മകളുമായിട്ടുള്ള അർജുന്റെ കല്യാണം മുടക്കാൻ വേണ്ടി മാത്രം. അങ്ങനെയുള്ള നിനക്ക്
എന്റെ മകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് ഉള്ളത്?